ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും അഗൈൻ വെൽക്കം ബാക്ക് ടു ഒരു പുതിയ വീഡിയോ ഗൈസ്. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. വേറെ ഒന്നല്ല ഗൈസ്, കുറച്ച് തിരക്കുണ്ടായിരുന്നു. നമുക്ക് ഈ ഫോർസയിൽ ഇങ്ങനെ ഓടിച്ച് കളിക്കാനായിട്ട് ഞാനിങ്ങനെ ഒരു വണ്ടി തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കാണുന്ന വണ്ടി എൻ്റെ കണ്ണിൽ പെട്ടത്. സംഭവം എന്ന് വെച്ചാൽ ഇതൊരു മിറ്റ്സുബിഷി ലാൻസർ ആണ് ഗൈസ്. ഒരു ദുബായ് പോലീസിൻ്റെയോ എവിടത്തെ പോലീസിൻ്റെ വണ്ടിയാണ്. സംഭവം കുറെ കാലം യൂസ് ചെയ്തിട്ട് ഇവർക്ക് പുറത്ത് കളയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ കളഞ്ഞിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഇവിടെ കടലിന്റെ സൈഡിൽ കടന്നുകൊണ്ട് തന്നെ മൊത്തം ഉപ്പുരസവും അങ്ങനെ പിടിച്ച് വണ്ടി കുറെ തുരുമ്പിച്ചിട്ട് ഒക്കെ ഉണ്ട്. കുറെ ബെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി ഫുള്ള് റീസ്റ്റോർ ചെയ്തെടുക്കണം. അപ്പോൾ അതാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഗൈസ് വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ എഞ്ചിനും അതുപോലെ ടയേഴ്സും എല്ലാം പക്ക കണ്ടീഷനാണ്. ബാക്കിയുള്ള കാര്യം മാത്രം നമുക്കൊന്ന് ചേഞ്ച് ചെയ്താൽ മതി. ലിപ്പൊക്കെ ഉണ്ട് കേട്ടോ, കണ്ട ഫ്രണ്ടില് ലിപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഏതൊരു വണ്ടി പ്രാന്തനാണെന്ന് തോന്നുന്നു കേട്ടോ വണ്ടി കൊണ്ട് നടന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ വണ്ടി മൊത്തത്തൊന്ന് റീസ്റ്റോർ ചെയ്ത് സെറ്റാക്കി എടുക്കണം. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കില്ല ഗൈസ്, നമുക്ക് വീട്ടിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ സെറ്റാണ്. ഞാൻ പതിയെ ഒന്ന് അനക്കി നോക്കട്ടെ കേട്ടോ. കുറെ കാലം ഈ വണ്ടി ഇവിടെ നനങ്ങിയിട്ട്. ലെറ്റ്സ് ഗോ. അതൊക്കെ അത്ര ഉള്ള കേട്ടോ ഗൈസ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് വണ്ടിക്ക്. കാരണം എന്ന് വെച്ചാൽ കുറെ കാലം ഓടാതെ ഇരുന്നതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കണം ഗൈസ്. ബാനർ കിറ്റൊക്കെ ആഡ് ചെയ്യാനുള്ള പ്ലാനൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക്. സോ അതെല്ലാം നമ്മൾ ആഡാക്കിയായിരിക്കും വണ്ടി ഇറക്കാൻ പോകുന്നത്. ഇറക്കുമ്പോൾ കിടിലായിരിക്കും കേട്ടോ. ലെറ്റ്സ് ഗോ. എടാ ഇത്രയും കാലം ആയെങ്കിലും ഉണ്ടല്ലോ വണ്ടിക്കൊരു കുലുക്കമില്ല കേട്ടോ ഗൈസ്. എഞ്ചിനൊക്കെ പക്കയാണ്. എഞ്ചിൻ സൈഡ് നമുക്കൊന്നും ചെയ്യേണ്ടി വരത്തില്ല. നമ്മൾ ജസ്റ്റ് ബാങ്കർ കിറ്റ് മാത്രം ആഡാക്കി കൊടുത്താൽ മതിയാവും. എനിക്ക് ഈ പൊട്ടിച്ച് കളിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. വണ്ടിയുടെ എഞ്ചിൻ സൈഡൊന്നും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാണ് അവർ തന്നിട്ടുള്ളത്. സോ നമുക്ക് ടയറും ചേഞ്ച് ചെയ്യേണ്ടി വരത്തില്ല. റിംസ് എല്ലാം പക്കയാണ് കേട്ടോ. റിംസിനൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. അയ്യോ വണ്ടി കൈവിട്ട് പോകണ്ടേ. നമുക്ക് നമ്മളെ വീട്ടിലോട്ടുള്ള വഴി സെറ്റാക്കണോടെ. നോക്കട്ടെ വീട് എവിടെയാണ് ഇരിക്കുന്നത് ഗൈസ്. ഇരുട്ടി തുടങ്ങി കേട്ടോ. അതിനുമ്പോൾ നമുക്ക് വീട്ടിൽ എത്തണം. അതൊരു ടാസ്ക് ആണ്. ലെറ്റ്സ് ഗോ. കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ വീട്ടിൽ പോകാൻ. ലെറ്റ്സ് ഗോ. ഇന്റീരിയർ ഞാൻ പറ്റും കാണിച്ചു തരാം ഗൈസ്. ഇന്റീരിയർ ഒരു കുഴപ്പമില്ല കേട്ടോ. സംഭവം വണ്ടി ഗ്ലാസ് എല്ലാം അടച്ച് പൂട്ടിയാണ് ഇട്ടിരുന്നത്. അതുകൊണ്ട് അകത്തോട്ട് പൊടിയൊന്നും കയറിയിട്ടില്ല. ഇങ്ങനെ തന്നെ വെച്ചോണ്ട ഗോളായിരുന്നു അല്ലേ, വേറെ സീനൊന്നും ഇല്ല. വണ്ടി അത്യാവശ്യം നല്ല ക്ലീൻ ആണ്. അവിടെ കടന്നുകൊണ്ട് നമുക്ക് ഇച്ചിരി പൊടിയായിട്ട് തോന്നിയെന്നേ ഉള്ളൂ. ദാണ്ട താറ് കണക്കിന് ഒരു വണ്ടി കിടക്കുന്നത്. റാംഗ്ലർ അല്ലേടാ, റാംഗ്ലർ അല്ലേ ഗൈസ്? അത് ആണെന്ന് തോന്നുന്നു. റാംഗ്ലർ പോലെ ഉണ്ട്. ലെറ്റ്സ് ഗോ. അളിയാ കത്തിച്ചു വിട്. ഇത്ര സ്പീഡൊക്കെ പറ്റും കേട്ടോ ഗൈസ്. നമ്മൾ തേർഡ് ഗിയറിന് അപ്പുറം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചെറിയ മിസ്സിങ് ഒക്കെ തോന്നുന്നുണ്ട്. ഇത്രയും പഴയ വണ്ടിയാണ്ടായിരിക്കും. ഏതാണ്ട് ഒരു 3 വർഷത്തോളം ഒതുക്കിയിട്ടിരുന്ന വണ്ടിയാണേ. അപ്പൊ നമ്മൾ എഞ്ചിൻ എല്ലാം ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും. ലെറ്റ്സ് ഗോ. ഒന്ന് കൊടുത്തു നോക്കല്ലേ. ഒളിയോ കൈവിട്ട് പോണ്ടറി വണ്ടി. ടർബോ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ റുട്ടൂന്ന് കേൾക്കായിരുന്നു സൗണ്ട്. മറ്റേ വിസിൽ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുമായിരുന്നു. ടർബോ കൂടെ നമുക്ക് സെറ്റ് ചെയ്യണം കേട്ടോ ഇതിനകത്ത്. ഈ വണ്ടിയിൽ ബാങ്ങർ കിറ്റ് കയറ്റി കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും കേട്ടാ. ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴുള്ള സൗണ്ട് കണ്ടാ. ഒന്ന് കൊടുത്തു പോയി നോക്കാം. അതൊക്കെ അത്രേ ഉള്ളൂ. വണ്ടി കയറുന്നുണ്ടോ? ഇടയ്ക്ക് പൊട്ടി. ഇതില് വെച്ചുകൊണ്ട് നമുക്കൊരു ടോപ്പ് എൻഡ് നോക്കിയാലോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോലീസുകാർ വണ്ടി കൊണ്ട് ഉപേക്ഷിച്ചിരുന്നെങ്കിൽ നമുക്ക് കുറെ വണ്ടി കിട്ടുമായിരുന്നു കേട്ടാ. ഡൗൺ ഷിഫ്റ്റ് ചെയ്തങ്ങ് പോവാട്ടാ. ഇടിച്ചാലും കുഴപ്പമില്ല. നമ്മൾ എന്തായാലും പോണ വഴിക്ക് എല്ലാം നന്നാക്കാൻ പോവാ. വണ്ടിയുടെ ബോഡി ഫുള്ള് നമ്മൾ മാറ്റും കേട്ടോ. ഫുള്ള് റീപെയിന്റ് ചെയ്ത് ഇറക്കും നമ്മൾ വണ്ടി. ചെറുതായിട്ടൊക്കെ ഡ്രിഫ്റ്റ് ആവുന്നുണ്ട്. ഷിഫ്റ്റ് ആക്കുമ്പോൾ ഒരു സൗണ്ട് കണ്ടോ ഗൈസ് ഇതിന്റെ.
എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടാ. കിടില സൗണ്ടാണ് വണ്ടി ഷിഫ്റ്റ് ആക്കുമ്പോഴത്തേക്ക്, നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടാ. എടേ പുതിയ ബസ്സൊക്കെ ഇറങ്ങി അവിടെ. വീടെത്തിയില്ല ഗൈസ്, നമ്മൾ അത്യാവശ്യം കുറെ ദൂരം ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഈ വണ്ടി തപ്പിട്ട്. അവിടെ വേറെ എന്തോ പരിപാടി നടക്കുന്നില്ല കേട്ടോ, അതിന്റെ സൗണ്ടാണ് എനിക്ക് കേൾക്കണേ. ആരും മൈൻഡ് ആക്കണ്ട. മച്ചാനെ നമ്മൾ വീടെത്താറായിട്ടുണ്ട്, അതങ്ങനെ പറയണം. വീട്ടിൽ കയറി വീട്ടിൽ കയറി വീട്ടിൽ കയറി വീട്ടിൽ കയറി വീട്ടിൽ കയറി വീട്ടിൽ കയറി ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇന്ന് രാത്രി മൊത്തം ഇരുന്ന് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും കേട്ടാ. കാര്യം എന്തെന്ന് വെച്ചാല് അമ്മാതിരിയുള്ള പണിയുണ്ട് ഗൈസ്. ഫുള്ള് ബോഡി വർക്കും ചെയ്യാനുണ്ട്, റീപെയിന്റും ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും രാത്രി മൊത്തം ഇരുന്ന് വർക്ക് ചെയ്യേണ്ടി വരും. റിവേഴ്സ് എടുക്ക് ഗൈസ്. ഞാൻ വണ്ടി ഒന്ന് ഒതുക്കിക്കോട്ടെ. നമ്മൾ ഇവിടെ ഇട്ടാണ് നമ്മളെ വണ്ടി പണിയാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ. ഇവിടെ കിടക്കട്ടെ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോ ഇന്ന് രാത്രി മുഴുവൻ നമ്മളിരുന്ന് വണ്ടി പണിയാൻ പോവാണ്. അപ്പോ നാളെ കാണാം. സോ നമ്മൾ വണ്ടി പണിഞ്ഞിട്ട് കാണാം. എന്തായാലും ഒരു മാരകമായിട്ടുമായിരിക്കും കേട്ടോ ഇത്, അത് ഞാൻ ഉറപ്പ് വരുന്നത് ഗൈസ്. അങ്ങനെ നമ്മളെ വണ്ടിയുടെ വർക്ക് ഫുള്ള് നമ്മൾ രാത്രി ഇരുന്ന് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ വണ്ടിക്ക് ഒരു ഓവറോൾ ലുക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പോയിലർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലുക്കിന് വേണ്ടി മാത്രമല്ല ഗൈസ്, സ്പോയിലറിന് വേറെ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ഒരു ബ്ലൂ ഷെയ്ഡ് കളറാണ് ഗൈസ് കൊടുത്തിട്ടുള്ളത്. നമ്മളെ ഹെഡ്ലൈറ്റും അതുപോലെ എല്ലാ ഗ്ലാസും മാറിയിട്ടുണ്ട്. വണ്ടിക്ക് വേറെ പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരുപാട് പൈസ ഒന്നും ചിലവാക്കേണ്ടി വന്നിട്ടില്ല ഗൈസ്. എൻജിൻ സൈഡൊക്കെ വണ്ടി പക്കയായിരുന്നു. സോ നമ്മൾ പിന്നെ ഇതിൽ ഗൈസ് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ബാങ്ങർ കിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഇനി പൊട്ടും ഗൈസ്, തുടിക്കെ പൊട്ടും ഗൈസ്, അത് ഉറപ്പാണ്. ചില്ലറ പൊട്ടലൊന്നും ആയിരിക്കത്തില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മളെ വണ്ടി ഇറക്കാൻ പോവാണ്. ലെറ്റ്സ് ഗോ. ഇവിടെ നിന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് ഗൈസ്. നമുക്ക് റോഡിലെത്തിയിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് കാലൊക്കെ കൊടുത്ത് പോവാട്ടോ. ഇവിടെ ഇച്ചിരി ട്രാഫിക് ഉള്ള ഏരിയ ആണ്. എപ്പോൾ വേണേൽ തലകുറിച്ചന്മാർ കയറി വരും കേട്ടോ. അങ്ങനത്തെ കുറേ എണ്ണം ഇവിടെ ഉണ്ട്. സോ നമുക്ക് ഇവിടെ നിന്ന് റോഡ് വരെ നമുക്ക് പതിയെ പോവാം. നമുക്ക് ഇതിന്റെ ടോപ്പ് സ്പീഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. അതുപോലെ കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. ലെറ്റ്സ് ഗോ. ഇപ്പോഴേ പൊട്ടുന്നുണ്ട് കേട്ടാ. എന്റെ ആളിയാ ഗൈസ്, ഇതിന്റെ സൗണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ഫോർസയിൽ ബിൽഡ് ചെയ്തിട്ടുള്ള വണ്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൗണ്ട് ഇതാണ് ഗൈസ്. ഉള്ള കാര്യം പറയാമല്ലോ, കിട്ടില്ല സൗണ്ടാണ് ഈ സാധനത്തിന്. നമുക്ക് ആദ്യം ഈ റൂട്ട് വഴി പോണ്ട, നമുക്ക് കുറച്ച് ഗ്യാപ്പ് റോഡ് അടിച്ചിട്ട് വരാട്ടാ. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് പയ്യെ കാലെടുത്ത് തുടങ്ങാം. ഏതാ സാധനം. ലെറ്റ്സ് ഗോ. എടാ പൊട്ടുന്ന സൗണ്ട് കണ്ടാ നിങ്ങള്? ഈ വണ്ടിയുടെ ഒരു ഫാൻ ആക്കി കളഞ്ഞാട്ടാ. നമുക്ക് ഒരുപാട് ഡ്രിഫ്റ്റ് ഒന്നും ചെയ്യണ്ട ഗൈസ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ സ്റ്റിയറിംഗ് ഇച്ചിരി പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡ്രിഫ്റ്റ് ഒന്നും ചെയ്യാത്തത്. ചെറിയ രീതിയിലുള്ള ഡ്രിഫ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ചെറിയ രീതിയിലുള്ള ഡ്രിഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റിയറിംഗ് ഇച്ചിരി പ്രശ്നത്തിലാണ്. സ്റ്റിയറിംഗ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഡ്രിഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, തൽക്കാലം ചെറിയ ഡ്രിഫ്റ്റൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോലത്തെ. ഇവിടെ നിന്ന് എങ്ങോട്ടേ പോകണ്ട. ഓക്കെ, നമുക്ക് റൂട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ടോപ്പ് സ്പീഡ് ആണ് അടുത്ത് ചെക്ക് ചെയ്യണ്ട കേട്ടാ. നമുക്ക് ഇതിന്റെ ടോപ്പ് സ്പീഡ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം ഗൈസ്. അതിനുവേണ്ടി നമുക്കൊരു പാലത്തിൽ പോകണം. അവിടെയാണ് പറ്റിയൊരു സ്ഥലം. ഇവിടെ അത്യാവശ്യം നമുക്ക് ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാൻ പറ്റിയ ഒരു പാലം മാത്രമേ ഉള്ളൂ. നമ്മൾ ആ പാലത്തിലോട്ടാണ് പോകാൻ പോണേ. അത്യാവശ്യം കാലം കൊടുത്ത് പോകട്ടെ. ഇനി നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല. ഗിയർ ഡൗൺ ചെയ്യുമ്പോഴാണ് കേട്ടാ. ഗിയർ ഡൗൺ ചെയ്യുമ്പോഴും നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോഴാണ് ഈ സംഭവം പൊട്ടുന്നത് കേട്ടാ ഗൈസ്. ഇപ്പൊ നമുക്ക് നമ്മുടെ ലാൻസറിന്റെ ടോപ്പ് സ്പീഡ് എത്രയെന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ലെറ്റ്സ് ഗോ. നമുക്ക് ഫസ്റ്റ് ഗിയറിൽ നിന്ന് തുടങ്ങാം കേട്ടാ. അതാണ് അതിന്റെ ഒരു ശരി. ഓക്കെ, അപ്പൊ തുടങ്ങല്ലേ ഗൈസ്. വേറെ ആരെങ്കിലും ഉണ്ടാ കൂട്ടമുട്ടാൻ? ഇതാ പോണൊരുത്തൻ, അവൻ ആ വഴി പോയിട്ടുണ്ട് കേട്ടാ. ഒരുത്തനൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് കളിക്കായിരുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് തുടങ്ങാം കേട്ടോ.
ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലാൻസറിന്റെ ടോപ്പ് സ്പീഡ് ടോപ്പ് എൻഡ് ആണ് ഗൈസ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ. ഫസ്റ്റ് ഗിയറിൽ എത്ര പോകും നോക്കാം. ഫസ്റ്റ് ഗിയറിൽ 46, സെക്കൻഡ് ഗിയറിൽ 75, തേർഡ് ഗിയർ 112 കയറിയിട്ടുണ്ട് കേട്ടോ. ഫോർത്ത് ഗിയറിൽ എത്ര നോക്കട്ടെ ഗൈസ്. ലെറ്റ്സ് ഗോ. ഫോർത്ത് ഗിയറിൽ 155 ഗൈസ്. ഇതിൽ 6 ഗിയർ മാത്രമേ ഉള്ളൂ എന്നാ തോന്നാം കേട്ടോ ഗൈസ്. ഫിഫ്ത്ത് ഗിയറിൽ 167 അടിച്ചിട്ടുണ്ട്, 169 കയറിയിട്ടുണ്ട്. ഇനിയും കയറും തോന്നുന്നുണ്ടോ. 173 കയറിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. 174 കേട്ടോ സിക്സ്ത് ഗിയറിൽ. ഗൈസ് സിക്സ്ത് ഗിയറിൽ ഒരുപാട് കയറത്തില്ല. സിക്സ്ത് ഗിയറിലൊക്കെ ടോപ്പ് കയറണമെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല റോഡ് കണ്ടുപിടിക്കേണ്ടി വരും. സോ നോക്കാട്ടോ. സിക്സ്ത് ഗിയറിൽ നോക്കട്ടെ ഗൈസ് എത്രയാണ് മാക്സിമം കിട്ടുന്നത് നോക്കട്ടെ. 181 കയറിയിട്ടുണ്ട്, 181 കയറിയിട്ടുണ്ട്. 183 ഗൈസ്. 183 ആണ് നമ്മുടെ ലാൻസറിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ടോപ്പ് സ്പീഡ് എന്ന് പറയണേ. ഇതിനപ്പുറം കയറത്തില്ല കേട്ടോ ഗൈസ്. ഇത്ര തന്നെ നമ്മുടെ ലാൻസറിൽ മാക്സിമം കയറത്തുള്ളൂ എന്ന് തോന്നുന്നു. സോ ഇതിലും കയറുന്ന വണ്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് ഇവിടെ നിന്ന് തിരിഞ്ഞാണ് ആക്ച്വലി പോകേണ്ട ഗൈസ്. നമുക്കൊരു റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഈ വണ്ടിയും കൊണ്ട് വന്നത്. ഓക്കെ, അവർ യൂട്ടേൺ എടുക്കാനാണ് പറയാനിടയിൽ വഴി മാറിപ്പോയി. ലെറ്റ്സ് ഗോ. നമുക്ക് അവിടെ നിന്ന് യൂട്ടേൺ അടിച്ചു വരാം. ഇതൊക്കെ എന്ത് എടാ. സെക്കൻഡ് ഗിയറിൽ നമ്മൾ ആക്സിലേറ്റർ കുറച്ചൊന്ന് കൂടിപ്പോയി കഴിഞ്ഞാൽ വണ്ടി സ്കിഡ് ആവും കേട്ടോ. ട്രാക്ഷനൊന്നും പിടിക്കുന്നില്ല വണ്ടിക്ക്. ട്രാക്ഷൻ കൺട്രോളൊന്നും ഇല്ല കേട്ടോ. റോ വണ്ടിയാണ്. നമ്മളെല്ലാം ഓഫ് ചെയ്തിട്ടേക്കോ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ എനിക്ക് ചെറിയ കുഴപ്പമൊക്കെ ഉണ്ട് ഗൈസ്. ഈ വണ്ടി ഒരു റേസിന് ഇറക്കി എനിക്ക് ജയിക്കണമെന്നുണ്ട്. നോക്കാം, ജയിക്കുകയില്ലെന്ന് അറിയത്തില്ല. നമുക്ക് ടെസ്റ്റ് ആക്കി നോക്കാം കേട്ടോ. മാക്സിമം നമുക്ക് സ്പീഡ് വിടാം. ലെറ്റ്സ് ഗോ. പൊട്ടു നോക്കി കളിയാ. എനിക്ക് ഈ സൗണ്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വണ്ടിയിൽ. Let's go. ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴുള്ള സൗണ്ട് കണ്ടാ ഒരേ പൊളിയാട്ടാ ഗൈസ്. ഒരു രക്ഷയില്ലാത്ത വണ്ടിയാത്. ഓക്കെ, നമുക്ക് ഒരു റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ ലാൻസർ വെച്ചിട്ട്. ഓക്കെ, ഓഫ് റോഡൊന്നും ആവാതിരുന്നാൽ മതിയായിരുന്നു. കാരണം ഓഫ് റോഡിന് പറ്റിയ വണ്ടിയല്ല ഗൈസ് ഇത്. നമ്മൾ നല്ലപോലെ ലോവർ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇതുകൊണ്ടൊന്നും ഓഫ് റോഡ് വേണ്ടിയിട്ട് ഇറങ്ങാനേ പറ്റത്തില്ല. സോ ഗൈസ്, ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. നമ്മൾ വണ്ടി എടുത്തിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് റേസ് ആണ് കേട്ടോ. സോ ഇത് നമുക്ക് എങ്ങനെയും ജയിച്ചേ പറ്റൂളിയാ. പോട്ടെ. എടാ, ഓരോരുത്തന്മാര് വണ്ടി കൊണ്ടുവന്നിരിക്കുന്ന വണ്ടി നോക്കിയേ. മിക്കതും ലാൻസർ ആട്ടോ. പക്ഷെ നമ്മളതിൽ മാത്രമേ ബാങ്കർ കിറ്റ് ഉള്ളൂ. പക്ഷെ ബാങ്കർ കിറ്റിലൊരു കാര്യമില്ല കേട്ടാ. വെറുതെ ഇങ്ങനെ പൊട്ടിച്ച് കളിക്കാനേ കൊള്ളത്തുള്ളൂ. വേറെ വ്യത്യാസമൊന്നും ഇല്ല. പോട്ടെ. ഉമ്മാരെല്ലാം അടിക്കണം. ഉമ്മാരെല്ലാത്തിനും അടിക്കണം ഗൈസ്. ആ റെഡ് കാരൻ എന്റെ ബാക്കിൽ ചെറുതായിട്ട് തട്ടിന്ന് പോകുന്നുണ്ട് കേട്ടോ. ഒരു ഗ്യാപ്പ് കണ്ട അതിന്റെ ഇടയിൽ കൂടെ കയറ്റണം ഗൈസ്. സോ അത്രയും സൂക്ഷിച്ച് വേണം നമ്മൾ കളിക്കാൻ. ഈ പച്ചേനെ ഞാൻ മിക്കവാറും ഇടിച്ചെറിയും കേട്ടാ. കുറെ നേരമായിട്ട് എനിക്ക് കാലി വരുന്നുണ്ട്. അവന്റെ സ്വഭാവം ശരിയല്ല ഗൈസ്. കണ്ട ബാക്കിൽ ഒന്ന് ഇടിക്കുന്നുണ്ടോ നമ്മളെ. അല്ലെ കേറി ടൈമുകളല്ലേ ഈ കോർണർ എന്ന് വെച്ചാല് അത്യാവശ്യം സമയം കളയുന്ന പരിപാടിയാണ്. അവിടെയൊക്കെ നോക്കിയെടുത്തില്ലെങ്കിൽ നമ്മൾ നല്ല പിറകിലാവും കേട്ടാ. നമ്മളിപ്പോ 6th പൊസിഷനിലാണ് ഗൈസ്. റേസ് ഏതാണ്ട് തീരാറായിട്ടുണ്ട്. BMW കാരെ മാറിത്തരുന്നില്ല കേട്ടാ. എടാ എന്താടാ. ലെറ്റ്സ് ഗോ. കേറ് മച്ചാനെ കേറ്. ഗൈസ്, നമ്മൾ 3rd പൊസിഷനിലായിട്ടുണ്ട്. അല്ല 4th പൊസിഷനിലായിട്ടുണ്ട്. പിടിക്കളിയാ. ഫ്രണ്ടിൽ പോണവരെ പിടിക്ക്. പറ്റും ഈസി.
അളിയാ കൺട്രോൾ പോയി ബാക്കിലുള്ള വിട്ടു പറഞ്ഞ കേട്ടോ. പിടിക്ക് ഗൈസ്. പിടിക്കണമെങ്കിൽ നമുക്ക് ഇപ്പൊ പിടിക്കാൻ പറ്റും കേട്ടാ. നല്ല സ്ട്രെയിറ്റ് റോഡ് കിട്ടിയിട്ടുണ്ട്. യവനെ ഇപ്പൊ പിടിച്ചിട്ട് തന്നെ കാര്യം. അത്രേ ഉള്ളൂ ഗൈസ്. ഇനി നമ്മൾ ഈ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അതാണുള്ളതിൽ പാട് കേട്ടാ. ഇവന്മാരെപ്പോഴാണെ വലിഞ്ഞു കയറാനുള്ള ചാൻസ് ഉണ്ട്. 88 ആയിട്ടുണ്ട്. ഗിയർ ഷിഫ്റ്റ് ചെയ്യണ പോലും നോക്കി ഷിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇവന്മാര് വലിയ കയറി വരും കേട്ടാ. കേറി ലെറ്റ്സ് ഗോ. അത്രേ ഉള്ളൂ. കറങ്ങി എന്ന് പോവാ. പിന്നെ അല്ല ഏതാ ഫസ്റ്റ് പൊസിഷൻ അടിച്ചിട്ടുണ്ട് ഗൈസ് നമ്മളെ വണ്ടി വെച്ചിട്ട്. അവന്മാരെല്ലാം കിടിലൻ വണ്ടിയായിരുന്നു കേട്ടാ. വിന്നർ ഓഫ് ദ റേസ് ഗൈസ്. എനിക്ക് ഈ വണ്ടീന്റെ കളർ ഇഷ്ടപ്പെട്ടു കേട്ടോ. നൈസല്ലേ കളർ, അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള കളറാണ്. ആരെങ്കിലും അങ്ങനെ ഇല്ലാത്ത കളറാട്ടാ. ഇവന്മാർ ഇത്രയും വന്നല്ല. ഈ കളർ നിങ്ങൾ കണ്ടായിരുന്നാ? ഒരു സ്പിൻ അടിച്ചിട്ടുണ്ട്. നമുക്ക് എത്ര രൂപ കിട്ടും നോക്കാം. 30,000. ആ താഴത്തെ കിട്ടിയിരുന്നേ മതിയായിരുന്നു കേട്ടോ ഗൈസ്. 1,75,000 രൂപ കിട്ടാതെയാണ് 30,000 രൂപ അവന്മാർ നമുക്ക് തന്നത്. സോ ഗൈസ് നമുക്ക് നമ്മളെ വണ്ടി ഒന്ന് ചാടിക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം പോകാനുണ്ട്. സോ അതുവരെ നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് കൊടുത്തു പോവാട്ടോ. ലെറ്റ്സ് ഗോ. ഏതാ സാധനമില്ലേ ഇത്? നമുക്ക് പോകുന്ന വഴിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രാഗ് റേസ് കൂടെ വെച്ച് പോവാട്ടോ. ലെറ്റ്സ് ഗോ. എന്ത് സ്മൂത്ത് ആയിട്ടാണ് പോണല്ലേ. അളിയോ ഇടിക്കല്ലേ ഗൈസ്. ഇടയ്ക്ക് ചേച്ചിമാര് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് മൈൻഡ് ആക്കണ്ട. അണി വണ്ടി ഇടയ്ക്കിടയ്ക്ക് തെന്നി പോകുന്നതാ ഗൈസ്. നമ്മൾ റോഡ് വിട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി നമ്മളെ കയ്യിൽ നിന്ന് പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ലെറ്റ്സ് ഗോ. പോട്ടെ. വീണ്ടും നമ്മൾ ഹൈവേ കയറിയിട്ടുണ്ട്. ഒരു കിടില ഹൈവേ ആട്ടോ. നമുക്ക് ഒന്നുകൂടെ ടോപ്പിന്റെ നോക്കാം. ഇപ്പൊ 5th ഗിയർ ആണ് ഗൈസ് കടക്കുന്നത്. ലെറ്റ്സ് ഗോ. 159, 163, 169, 170, 172, 173, 174, 175 ഗൈസ്. 5th ഗിയറിലാണ്. 175 ആണ് ഗൈസ് നമ്മുടെ 5th ഗിയർ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് 6th ഗിയർ നോക്കാം. ലെറ്റ്സ് ഗോ. 185 കഴിഞ്ഞിട്ടുണ്ട്. 186 കഴിഞ്ഞിട്ടുണ്ട്. എടാ 187 ആട്ടോ ഗൈസ് ഇതിന്റെ മാക്സിമം. നമ്മൾ നേരത്തെ ചവിട്ടിയപ്പോഴും കിട്ടിയത് 187 ആണെന്നാ തോന്നുന്നത്. സ്ട്രെയിറ്റ് റോഡ് കിട്ടിയ 187 ആട്ടോ ഇതില് കിട്ടുന്നത്. മാക്സിമം അത്രേ കിട്ടത്തുള്ളൂ നമുക്ക് ഇതില്. പുതിയ നമ്പർ പ്ലേറ്റ് ചെയ്ത് എങ്ങനെയുണ്ട് ഗൈസ്? നമ്മള് KL Stewart ഒന്ന് നമ്പർ പ്ലേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. 5th ഗിയർ അങ്ങ് ഇട്ട് കൊടുത്തിട്ടില്ല, വണ്ടി അങ്ങ് കയറി പൊക്കോളും. കണ്ടാ ഇടയ്ക്കിടയ്ക്ക് പൊട്ടു നോക്കിയേ. ഡ്രാഗ് അടിക്കാൻ ഒരുത്തിനെയും കിട്ടുന്നില്ലടാ. അല്ലെങ്കിൽ ഞാൻ ഡ്രാഗ് അടിക്കായിരുന്നു ഇവിടെ കിടന്നിട്ട്. ആരെയും കിട്ടിയാൽ മതിയായിരുന്നു. ഒരുത്തിനും ഡ്രാഗ് അടിക്കാൻ വയ്യടേ. ഏയ് മച്ചാനെ ഇടിക്കല്ലേ. അവൻ വരുന്ന വരവ് കണ്ട. ലാസ്റ്റ് ഗൈസ് നമ്മള് കാട്ടിനകത്ത് കയറാൻ പോവാണ്. എന്നിട്ട് വേണം നമുക്ക് ഈ വണ്ടി ഒന്ന് ചാടിക്കാൻ. ലെറ്റ്സ് ഗോ. ഗൈസ് നമുക്ക് അടുത്തൊരു ഓഫ് റോഡ് വണ്ടി ഇതുപോലെ തപ്പി കണ്ടുപിടിക്കണം. ഇത് നമ്മളെ ഫസ്റ്റ് എപ്പിസോഡാണ് കാർ ഹണ്ടിങ് സീരീസിലെ. അപ്പോൾ അടുത്ത് നമ്മൾ കിടിലം വണ്ടികളായിട്ട് ഓഫ് റോഡ് സ്പെക്കുള്ള വണ്ടികളായിട്ട് കൊണ്ടുവരണമായിരിക്കും. അളിയാർ ആടെ ഇവൻ ഇടിച്ച് പൊളിക്കുമല്ലോ നമ്മളെ വണ്ടിയെ. ഗൈസ് നമ്മളങ്ങനെ വണ്ടി ചാടിക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ സ്ഥിരം വന്ന് വണ്ടി ചാടിക്കുന്ന സ്ഥലം. ഗൈസ് ഒന്നെങ്കിൽ ഈ വണ്ടി ഇവിടെ സർവൈവ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ റാമ്പ് ഒന്ന് ആദ്യം കാണിച്ചു തരാം. നമ്മൾ ചാടിക്കുന്ന സ്ഥലം. എന്റെ അളിയ ഇവന്മാരെ ഡ്രാഗ് ആണെന്ന് തോന്നാട്ടാ. നമുക്ക് ഇവന്മാരെ ഡ്രാഗ് ചെയ്ത് നോക്കാം. അളിയ എണ്ണിൽ ഞാനുണ്ട്. വെയിറ്റ് അറിയാ ഗൈസ് ഇവന്മാരോട് ഞാനിങ്ങനെ ഡ്രാഗ് എടാ പോയി മച്ചാനെ വെയിറ്റ്. എന്തുവാടി ഇവന്മാര്, എന്ത് പോക്കടാ അവന്മാര് പോണേ. ഇത് ഡ്രാഗ് ചെയ്യുന്ന സ്ഥലമാട്ടാ. അമ്മരെ പിടിച്ചാ കിട്ടത്തില്ല ഗൈസ്. അമ്മരെ ഇരിക്കുന്ന ഐറ്റം വേറെയാണ്.
ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അതും ഇതുമായിട്ട്. സോ നമ്മൾ അവന്മാരുടെ അടുത്തൊന്നും പിടിക്കാൻ പോണ്ട. വേണമെങ്കിൽ അവന്മാരുടെ അടുത്ത് പോയി നമുക്ക് പൊട്ടിച്ച് കളിക്കാം. ചിലപ്പോൾ അതിനെക്കാട്ടി സൗണ്ട് ഇതിനായിരിക്കും കൂടുതൽ. ഇത് എത്ര എണ്ണം അവിടെ? ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ഇവന്മാരോട് പോയി നോക്കാട്ടാ. അളിയാണ്ടിൽ ഞാനുണ്ട് ഇപ്രാവശ്യം ഞാനുണ്ട്. അലും കാണിക്കല്ലേ ഗൈസ്, എന്തായാലും ജയിക്കത്തില്ല, അത് ഉറപ്പാന്ന്. വെറുതെ ഇവന്മാരുടെ കൂടി ഒന്ന് നോക്കാട്ടാ. അളിയാ എല്ലാരും ബാ. എന്റെ അമ്മോ നോക്കിയേ. ശിവന്മാരെന്താണ് ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ നിക്കണേ. ലെറ്റ്സ് ഗോ, നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ഞാനുണ്ട്. ഓക്കെ തുടങ്ങിയടാ. ഒമ്മര് പോകുന്ന പോക്കൊക്കെ ഗൈസ്, അവര് നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല ഗൈസ്. ഈ വണ്ടി വെച്ച് അതിനെ പിടിക്കാൻ പറ്റത്തില്ല. വെറുതെ നമ്മൾ കൂടാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ, അമ്മാര് ചാടിപ്പോയാട്ടാ അതിന്റെ അപ്പുറത്ത്. അത് ഏത് വണ്ടിയാ അത് അറിയുന്നൊരു കമന്റ് ചെയ്യാട്ടാ. ഇപ്പൊ പോയ വണ്ടി ഏതാന്ന് ടൈം മെൻഷൻ ചെയ്ത് കമന്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഏതൊരു പൊളി ടീമിന്റെ കൂടെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഗൈസ്. നമ്മൾ വന്ന പരിപാടി നോക്കാം, അവരവരുടെ പരിപാടി അവിടെ ചെയ്യട്ടെ. ഓക്കെ, ചുമ്മാ നമുക്ക് അതിന്റെ ഇടയിൽ കയറി കൊളമാക്കണ്ട. അതേതോ ഗ്യാങ് ആണ് കേട്ടോ ഇവിടത്തെ, കിടിലം പിള്ളേരാന്ന്. സോ നമ്മൾ നമ്മുടെ പരിപാടി നോക്കാം. നമ്മൾ ഈ വണ്ടി എന്താണിയാ ബാക്കിൽ നിന്ന് ഇപ്പൊ വരും രണ്ടെണ്ണം. കൊള്ളാം കേട്ടോ എന്തായാലും ഗൈസ്. ഫോർസ് എടുക്കുന്നുള്ളവര് ഇവിടെ വന്ന് നോക്കിയാൽ കുറെ പേര് നമുക്ക് കാണാൻ പറ്റും. ഡ്രാഗ് ചെയ്യുന്ന കുറെ ആൾക്കാരെ കാണാൻ പറ്റും. നമ്മൾ കൊണ്ടുവരും കേട്ടോ ഗൈസ്. ഇതുപോലത്തെ ഒരു വണ്ടിയായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നമ്മളെ വണ്ടി എന്തായാലും ഒന്ന് ചാടിക്കണം. എടാ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ, ഞാൻ ഇപ്പോഴാ ശ്രദ്ധിച്ചേ ഗൈസ്. എന്തായാലും ചാടിക്കുമ്പോ വണ്ടി ഏകദേശം പൊളിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ചാടിക്കാം. നമ്മളെ വണ്ടി ചാടിക്കാൻ പോവാണ് ഗൈസ്. ഇത് എത്ര ഹൈറ്റിൽ പോകാൻ നോക്കാം. അപ്പുറത്തൊരു കുളമുണ്ട്, കുളമല്ലൊരു അരുവിയുണ്ട്, അതിനപ്പുറം നമ്മുടെ വണ്ടി എത്തുമെന്ന് നോക്കണം. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി. സോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഫിഫ്ത്ത് ഗിയറിൽ ചാടിക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഫുൾ ഗിയർ നമ്മൾ വച്ചു കൊടുക്കണം. 6th ഗിയറിൽ പോവാ ഗൈസ് ഇവിടെ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതാകുമ്പോൾ കുറച്ച് സ്പീഡ് അത് കയറിക്കോളും. 165 കയറിയിട്ടുണ്ട് ഗൈസ്. കുറഞ്ഞത് ഒരു 300-400 എങ്കിലും അടിക്കണം കേട്ടോ. ഇതെന്തായാലും അപ്പുറത്ത് എത്തത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം, ഇത് ഏതുവരെ പോകും നോക്കാം. അതിന്റെ അടുത്ത് വരെയെങ്കിലും പോയാൽ മതിയായിരുന്നു. എന്തായാലും നമ്മുടെ വണ്ടി പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്റെ അറിയാ വിചാരിച്ചതിനെക്കാട്ടും പൊങ്ങിയിട്ടുണ്ട്. വിചാരിച്ച പോലെ തന്നെ അതിന്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല. അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മള് ശരിക്കും പറഞ്ഞ ഇത് ചാടിക്കിടക്കാനാണ് ഗൈസ് നോക്കിയത്, പക്ഷെ അതിന്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല. അറിയാ 7 അയലത്ത് പോലും എത്തിയിട്ടില്ല. അതിന്റെ നമുക്ക് ഈ കുളം ഒന്ന് കടന്ന് അപ്പുറത്ത് പോയിട്ട് നോക്കട്ടെ. വെള്ളം കയറുവിടെ വണ്ടിക്കകത്ത്. നല്ല ഒഴുക്കുള്ള സ്ഥലമാണ് കേട്ടോ ഗൈസ്. വണ്ടി അനങ്ങുന്നില്ല, വണ്ടി ഓടുന്നുണ്ടാളെ. സ്റ്റക്കായി കിടക്കുന്ന പോലെയൊക്കെ തോന്നുന്നേ വണ്ടി ഗൈസ്. ഒഴുക്കുള്ളതുകൊണ്ട് വണ്ടിയെ വലിച്ചിട്ട് പോകുന്നു കേട്ടാ. വണ്ടിയുടെ അടിഭാഗമൊന്നും കാണാൻ പറ്റുന്നില്ല. പോട്ടെ. ഫൈനലി നമ്മള് തുഴഞ്ഞെത്തിയിട്ടുണ്ട്. പിന്നല്ല ഗൈസ്, ഇത് ചെറിയ പണിയേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് ഒരു ദിവസം കൊണ്ട് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന അത്ര പരിപാടിയൊക്കെ ഉള്ളൂ. സോ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ പുതുതായിട്ട് വന്നിട്ടുള്ള എല്ലാവരും ഒന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്തേത് വണ്ടി കൊണ്ടുവരണമെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ അടുത്തേത് വണ്ടിയുടെ ടോപ്പ് എൻഡ് ചെക്ക് ചെയ്യണമെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ പറയുന്ന വണ്ടിയായിട്ട് വരുന്നതായിരിക്കും. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റിൽ പറയുന്ന വണ്ടി നമ്മൾ കൊണ്ടുവരണമായിരിക്കും. സോ ഒന്നെങ്കിൽ ഫോർസെയിൽ അല്ലെങ്കിൽ സ്നോ റണ്ണറിലായാലും നമ്മൾ കൊണ്ടുവരണമായിരിക്കും. മാക്സിമം നമ്മൾ തപ്പും ഗൈസ്. കിട്ടിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ വേറെ വണ്ടി നോക്കത്തുള്ളൂ. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടിയൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളതെല്ലാം എടുത്തിട്ട് വരണമായിരിക്കും. സോ തൽക്കാലത്തേക്ക് പോവുകയാണ് ഗൈസ്.